Hi guys, I am Jobin. Welcome back to my channel. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വളരെ പ്രധാനപ്പെട്ട 4 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ 2 പരീക്ഷകളുടെ റിസൾട്ടും 2 പരീക്ഷകളുടെ ടൈം ടേബിളും ആണ് ആ നോട്ടിഫിക്കേഷൻസ്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ വായിക്കാം. 2021 MSc കെമിസ്ട്രിക്കും MSc മാത്തമാറ്റിക്സിനും MSc പോളിമർ കെമിസ്ട്രിക്കും അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളുടെ ഫസ്റ്റ് സെമസ്റ്റർ വൺ ടൈം റെഗുലർ സപ്ലിമെന്ററി പരീക്ഷകളുടെ റിസൾട്ടുകൾ കാലിക്കറ്റ് സർവകലാശാലയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. MSc കെമിസ്ട്രി, MSc മാത്തമാറ്റിക്സ്, MSc പോളിമർ കെമിസ്ട്രി എന്നീ കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ ഈ റിസൾട്ടുകൾ പരിശോധിക്കേണ്ടതാണ്. പിന്നെ രണ്ടാമതായി വന്നിട്ടുള്ളത് 2020 സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി MSc മാത്തമാറ്റിക്സിന് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളുടെ ഫസ്റ്റ് സെമസ്റ്റർ വൺ ടൈം റെഗുലർ സപ്ലിമെന്ററി പരീക്ഷകളുടെ റിസൾട്ടും കാലിക്കറ്റ് സർവകലാശാലയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 2020 സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി MSc മാത്തമാറ്റിക്സിന് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ ഈ റിസൾട്ടുകൾ പരിശോധിക്കേണ്ടതാണ്. പിന്നെ വന്നിട്ടുള്ളത് 2 പരീക്ഷയുടെ ടൈം ടേബിൾ ആണ്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ 2020 മുതൽ BComനും LLB ഹോണേഴ്സിനും അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളുടെ 7th സെമസ്റ്റർ റെഗുലർ സപ്ലിമെന്ററി പരീക്ഷകളുടെ ടൈം ടേബിൾ കാലിക്കറ്റ് സർവകലാശാലയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പരീക്ഷകൾ ആരംഭിക്കുന്നത് ജൂൺ 18-നും പരീക്ഷകൾ അവസാനിക്കുന്നത് ജൂലൈ 1-നുമാണ്. പിന്നെ രണ്ടാമതായി വന്ന ടൈം ടേബിൾ 2020 മുതൽ BComനും LLB ഹോണേഴ്സിനും അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളുടെ 9th സെമസ്റ്റർ റെഗുലർ സപ്ലിമെന്ററി പരീക്ഷകളുടെ ടൈം ടേബിളും കാലിക്കറ്റ് സർവകലാശാലയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. BComനും LLB ഹോണേഴ്സിനും അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ ഈ ടൈം ടേബിൾ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതാണ്. പരീക്ഷകൾ ആരംഭിക്കുന്നത് ജൂൺ 17-നും പരീക്ഷ അവസാനിക്കുന്നത് ജൂൺ 30-നുമാണ്. BComന്റെയും LLB ഹോണേഴ്സിന്റെയും വിദ്യാർത്ഥികൾക്ക് ഈ ടൈം ടേബിൾ എത്തിച്ചു കൊടുക്കുക. കാലിക്കറ്റ് സർവകലാശാലയുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ ഞാൻ വീണ്ടും വരും. അതുവരെ ബൈ.